ഓങ് സാൻ സൂചി ഏത് രാജ്യത്തെ നേതാവാണ്? മ്യാൻമാർ. മ്യാൻമാറിലെ പ്രമുഖ ജനാധിപത്യ പ്രക്ഷോഭ നേതാവും സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവുമാണ് ഓങ് സാൻ സൂചി. മ്യാൻമാറിന്റെ സ്റ്റേറ്റ് കൗൺസിലറായും അവർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ബുദ്ധൻ ഇഹലോകവാസം വെടിഞ്ഞ നഗരം? കുശിനഗരം. ബുദ്ധമത സ്ഥാപകനായ സിദ്ധാർത്ഥ ഗൗതമൻ തന്റെ അവസാന നാളുകൾ ചെലവഴിക്കുകയും പരിനിർവാണം പ്രാപിക്കുകയും ചെയ്ത സ്ഥലമാണ് കുശിനഗരം. ഉത്തർപ്രദേശിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. BC 6-ാം ശതകത്തിൽ ഉത്തരേന്ത്യയിലുണ്ടായിരുന്ന 16 മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രബലം? മഗധ. BC 6-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തവും പ്രബലവുമായിരുന്നത് മഗധയായിരുന്നു. ഹര്യങ്ക, ശിശുനാഗ, നന്ദ, മൗര്യ രാജവംശങ്ങൾ മഗധ ഭരിച്ചു. ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് ആര്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. പ്രമുഖ കവി ജി. ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് മലയാളത്തിലെ മികച്ച സാഹിത്യകൃതിക്ക് എല്ലാ വർഷവും ഓടക്കുഴൽ അവാർഡ് നൽകുന്നത്. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ്? ഭോപ്പാൽ. ഇന്ത്യയിലെ ജുഡീഷ്യൽ ഓഫീസർമാർക്ക് പരിശീലനം നൽകുന്നതിനായി സ്ഥാപിച്ചതാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി. മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ആര്? ജി. ശങ്കരക്കുറുപ്പ്. ജ്ഞാനപീഠം അവാർഡ് നേടിയ ആദ്യ മലയാളിയായ കവി ജി. ശങ്കരക്കുറുപ്പാണ് ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത്. മികച്ച മലയാള സാഹിത്യകൃതിക്ക് ഇത് നൽകുന്നു. പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട നേതാവ് ആര്? ലാലാ ലജ്പത് റായ്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ പ്രധാന നേതാക്കളിൽ ഒരാളും തീവ്ര ദേശീയവാദിയുമായിരുന്നു ലാലാ ലജ്പത് റായ്. പഞ്ചാബിന്റെ സിംഹം എന്ന അർത്ഥത്തിൽ പഞ്ചാബ് കേസരി എന്നും ഇദ്ദേഹം അറിയപ്പെട്ടു. ഓടിവിളയാടുപാപ്പ എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആര്? സുബ്രഹ്മണ്യ ഭാരതി. തമിഴ് സാഹിത്യത്തിലെ മഹാനായ കവിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്നു സുബ്രഹ്മണ്യ ഭാരതി. തമിഴ് ദേശഭക്തി ഗാനങ്ങളിൽ ഏറെ പ്രശസ്തമായ ഒന്നാണ് ഓടിവിളയാടുപാപ്പ. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ ATM കണ്ടുപിടിച്ചത് ആര്? ജോൺ ഷെഫേർഡ് ബാരൺ. ബാങ്കിംഗ് സേവനങ്ങൾ സ്വയം ചെയ്യാൻ സഹായിക്കുന്ന ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ അഥവാ ATM കണ്ടുപിടിച്ചത് ജോൺ ഷെഫേർഡ് ബാരനാണ്. 1967-ൽ ലണ്ടനിലാണ് ആദ്യത്തെ ATM സ്ഥാപിച്ചത്. ഓരോരുത്തരിലും നിന്ന് അവരുടെ കഴിവിനനുസരിച്ച്, ഓരോരുത്തർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഈ തത്വം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കമ്മ്യൂണിസം. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ പ്രധാന തത്വങ്ങളിലൊന്നാണിത്. ഒരു ആദർശ കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിൽ ഓരോ വ്യക്തിയും അവരുടെ കഴിവിനനുസരിച്ച് സംഭാവന ചെയ്യുകയും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നേടുകയും ചെയ്യണം എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളെ സൂചിപ്പിക്കാൻ പഞ്ചായത്ത് രാജ് എന്ന പേര് നൽകിയത്. ഗ്രാമീണ വികസനത്തിനും ജനകീയ പങ്കാളിത്തത്തിനും ഇത് ഊന്നൽ നൽകുന്നു. വിറ്റാമിൻ B1 ന്റെ ശാസ്ത്രനാമം? തയമിൻ. ബി കോംപ്ലക്സ് വിറ്റാമിനുകളിൽ ഒന്നായ വിറ്റാമിൻ B1 ന്റെ ശാസ്ത്രീയ നാമമാണ് തയമിൻ. ശരീരത്തിലെ ഊർജ്ജ ഉൽപ്പാദനത്തിലും നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനത്തിലും ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം? മഗ്നീഷ്യം. സസ്യങ്ങളിൽ പ്രകാശസംശ്ലേഷണം നടത്താൻ സഹായിക്കുന്ന പ്രധാന വർണ്ണകമാണ് ഹരിതകം അഥവാ ക്ലോറോഫിൽ. ഹരിതകത്തിന്റെ തന്മാത്രാ ഘടനയുടെ കേന്ദ്രത്തിൽ മഗ്നീഷ്യം എന്ന ലോഹം അടങ്ങിയിരിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി? കൊടുങ്ങല്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തേതും ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള മുസ്ലിം പള്ളികളിൽ ഒന്നുമായ ചേരമാൻ ജുമാ മസ്ജിദ് കേരളത്തിലെ കൊടുങ്ങല്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. AD 629-ൽ മാലിക് ബിൻ ദീനാറാണ് ഇത് പണികഴിപ്പിച്ചത്. പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് എന്ന്? ഏപ്രിൽ 24. പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നു.
1993-ൽ 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് യാഥാർത്ഥ്യമായത്. കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ കോളേജ് തിരുവനന്തപുരം. കേരളത്തിലെ തിരുവനന്തപുരത്താണ് ആദ്യത്തെ ആയുർവേദ കോളേജ് സ്ഥാപിക്കപ്പെട്ടത്. പരമ്പരാഗത ഇന്ത്യൻ വൈദ്യശാസ്ത്ര സമ്പ്രദായമായ ആയുർവേദ പഠനത്തിനും ഗവേഷണത്തിനും ഇത് വലിയ സംഭാവന നൽകുന്നു. ഹരിതവിപ്ലവം ആരംഭിച്ചത് ഏത് രാജ്യത്താണ്? മെക്സിക്കോ. കാർഷിക ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിന് കാരണമായ ഹരിതവിപ്ലവം ആരംഭിച്ചത് മെക്സിക്കോയിലാണ്. നോർമൻ ബോർലോഗ് ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. യേശുക്രിസ്തു ജനിച്ച വർഷം BC 4. യേശുക്രിസ്തുവിന്റെ ജനനം BC 4 എന്നാണെന്ന് ചരിത്രകാരന്മാർക്കിടയിൽ ഒരു പൊതുധാരണയുണ്ട്. ക്രിസ്തുവർഷം ആരംഭിക്കുന്നതിന് മുൻപായിരുന്നു യേശുവിന്റെ ജനനം. പമ്പയുടെ പതനസ്ഥാനം വേമ്പനാട്ടുകായൽ. കേരളത്തിലെ മൂന്നാമത്തെ വലിയ നദിയായ പമ്പാനദി പശ്ചിമഘട്ടത്തിലെ പുളച്ചിമലയിൽ നിന്ന് ഉത്ഭവിച്ച് വേമ്പനാട്ടുകായലിൽ പതിക്കുന്നു. കുട്ടനാടിന്റെ ജീവനാഡി എന്നും പമ്പ അറിയപ്പെടുന്നു. സ്വയം ചലിക്കാത്ത ജന്തു സ്പോഞ്ച്. ഫയലും പൊറിഫെറയിൽ ഉൾപ്പെടുന്ന സ്പോഞ്ചുകൾക്ക് ചലനശേഷിയില്ല. ഇവ ജലത്തിൽ ഒരിടത്ത് ഉറച്ചു ജീവിക്കുന്ന ജലജീവികളാണ്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയും രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയുമായിരുന്ന ജവഹർലാൽ നെഹ്റു 1938-ൽ ആരംഭിച്ച പത്രമാണ് നാഷണൽ ഹെറാൾഡ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ് ഇത് തുടങ്ങിയത്. ഏറ്റവും വലിയ സമുദ്രം പസഫിക്. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 1/3 ഭാഗം വരുന്ന പസഫിക് സമുദ്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയതും ആഴമേറിയതുമായ സമുദ്രം. മരിയാന ട്രഞ്ച് ഇതിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാബർ കാൻവാ യുദ്ധത്തിൽ 1527 ആരെ പരാജയപ്പെടുത്തി? റാണ സംഗ്രാം സിംഗ്. 1527-ൽ നടന്ന കാൻവാ യുദ്ധത്തിൽ മുഗൾ സാമ്രാജ്യ സ്ഥാപകനായ ബാബർ മേവാറിലെ രജപുത്ര ഭരണാധികാരി റാണ സംഗ്രാം സിംഗിനെ പരാജയപ്പെടുത്തി. ഇത് ഇന്ത്യയിലെ മുഗൾ ഭരണത്തെ ശക്തിപ്പെടുത്തി. സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും നാട് എന്നറിയപ്പെടുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ, വജ്ര ഉത്പാദക രാജ്യങ്ങളിലൊന്നാണ് ദക്ഷിണാഫ്രിക്ക. ഈ പ്രകൃതി വിഭവങ്ങൾ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ വലിയ പങ്ക് വഹിക്കുന്നു. ബാബറിന്റെ ശവകുടീരം കാബൂൾ. മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ബാബറിന്റെ ശവകുടീരം അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് മൃതദേഹം കാബൂളിൽ അടക്കം ചെയ്തത്. ബീർബലിന്റെ യഥാർത്ഥ പേര് മഹേഷ് ദാസ്. അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലെ പ്രധാനികളിലൊരാളും മന്ത്രിയും ഉപദേഷ്ടാവുമായിരുന്നു ബീർബൽ. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മഹേഷ് ദാസ് ഭട്ട് എന്നായിരുന്നു. ഫ്ലൂറിൻ കണ്ടുപിടിച്ചത് ആര്? കാൾ ഷീലെ. ഹാലജൻ ഗ്രൂപ്പിൽപ്പെട്ട ഒരു മൂലകമാണ് ഫ്ലൂറിൻ. കാൾ ഷീലെ ഈ മൂലകത്തിന്റെ ചില സംയുക്തങ്ങളെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ശുദ്ധമായ ഫ്ലൂറിൻ വേർതിരിച്ചെടുത്തത് ഹെൻറി മോയ്സനാണ്. കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ ഹരിദ്വാർ, അലഹബാദ്, ഉജ്ജയിനി, നാസിക്. ലോകത്തിലെ ഏറ്റവും വലിയ മതപരമായ ഒത്തുചേരലുകളിൽ ഒന്നാണ് കുംഭമേള. ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജ്, അലഹബാദ്, ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ, മധ്യപ്രദേശിലെ ഉജ്ജയിൻ, മഹാരാഷ്ട്രയിലെ നാസിക് എന്നീ 4 നഗരങ്ങളിലാണ് ഇത് 12 വർഷത്തിലൊരിക്കൽ മാറി മാറി നടക്കുന്നത്. കൂനൻ കുരിശ് സത്യം ഏതു വർഷത്തിൽ? AD 1653. കേരളത്തിലെ ക്രൈസ്തവരുടെ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ് 1653-ൽ നടന്ന കൂനൻ കുരിശ് സത്യപ്രതിജ്ഞ. റോമൻ കത്തോലിക്കാ സഭയുടെ അധികാരത്തിൽ നിന്ന് വിട്ടുപോവുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ എന്നിവയ്ക്ക് പൊതുവായി പറയുന്ന പേര് ഹാലോജൻ. പീരിയോഡിക് ടേബിളിലെ 17-ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന രാസമൂലകങ്ങളാണ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, അസ്റ്റാറ്റിൻ എന്നിവ. ഇവയെ പൊതുവായി ഹാലോജൻ എന്ന് പറയുന്നു. ഭരണഘടന എന്ന ആശയം ഏത് രാജ്യത്താണ് ഉരുത്തിരിഞ്ഞത്?
ബ്രിട്ടൻ. ലോകത്ത് ആദ്യമായി ഒരു ഭരണഘടന എന്ന ആശയം രൂപം കൊണ്ടത് ബ്രിട്ടനിലാണ്. ബ്രിട്ടന് ഒരു എഴുതപ്പെട്ട ഭരണഘടനയില്ലെങ്കിലും അതിന്റെ ഭരണഘടന നിയമങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും ഒരു സമാഹാരമാണ്. ഫ്ലോറൻസ് നൈറ്റിംഗേലുമായി ബന്ധപ്പെട്ട യുദ്ധം. ക്രിമിയൻ യുദ്ധം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ക്രിമിയൻ യുദ്ധകാലത്ത് സൈനിക ആശുപത്രികളിൽ ശുചിത്വവും രോഗീപരിചരണവും മെച്ചപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. വിളക്കേന്തിയ വനിത എന്നറിയപ്പെടുന്നു. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെടുന്ന നദി. യമുന. ഇന്ത്യയിലെ പ്രധാന നദികളിലൊന്നായ യമുന ഗംഗാനദിയുടെ ഒരു പ്രധാന പോഷക നദിയാണ്. ഹിന്ദു പുരാണങ്ങളിൽ കാളിന്തി എന്ന പേരിലാണ് യമുന നദി അറിയപ്പെടുന്നത്. ഏറ്റവും പഴക്കമുള്ള മതഗ്രന്ഥം. ഋഗ്വേദം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വേദഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഋഗ്വേദം. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള മതഗ്രന്ഥങ്ങളിൽ ഒന്നായും ഇത് കണക്കാക്കപ്പെടുന്നു. ബഹിരാകാശയുഗത്തിന് തുടക്കം കുറിച്ച തീയതി. 1957 ഒക്ടോബർ 4 റഷ്യ സ്പുട്നിക് 1 വിക്ഷേപിച്ചു. 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക് 1 വിക്ഷേപിച്ചതോടെയാണ് ബഹിരാകാശയുഗത്തിന് തുടക്കമായത്. ഇത് ലോക ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. ബാങ്ക് ദേശസാൽക്കരണത്തിന് മുൻകൈയെടുത്ത മലയാളിയായ കേന്ദ്ര നിയമമന്ത്രി. പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ഇന്ദിരാഗാന്ധി സർക്കാരിൽ കേന്ദ്ര നിയമമന്ത്രിയായിരുന്ന പനമ്പിള്ളി ഗോവിന്ദമേനോൻ ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിന് നിർണായകമായ പങ്ക് വഹിച്ചു. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വലിയ സ്വാധീനം ചെലുത്തി. ബാൽബൻ, അലാവുദ്ദീൻ ഖിൽജി, ഫിറോസ് ഷാ തുഗ്ലക്ക് എന്നിവരുടെ രക്ഷാധികാരത്തിൽ കഴിഞ്ഞ പണ്ഡിതൻ. അമീർ ഖുസ്രു. ഇന്ത്യൻ സൂഫി സംഗീതജ്ഞനും കവിയും പണ്ഡിതനുമായിരുന്നു അമീർ ഖുസ്രു. ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ നിരവധി ഭരണാധികാരികളുടെ കൊട്ടാരങ്ങളിൽ ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയപ്പോൾ മുഖ്യമന്ത്രി. ഇ.കെ. നായനാർ. 1991-ൽ കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയപ്പോൾ ഇ.കെ. നായനാർ ആയിരുന്നു കേരള മുഖ്യമന്ത്രി. ഈ നേട്ടം കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിരുന്നു കേരളം. ബാബിലോണിലെ തൂക്കുപൂന്തോട്ടം നിർമ്മിച്ച രാജാവ്. നെബുക്കദ്നേസർ. പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിരുന്ന ബാബിലോണിലെ തൂക്കുപൂന്തോട്ടം നിർമ്മിച്ചത് ബാബിലോണിയൻ രാജാവായ നെബുക്കദ്നേസർ രണ്ടാമനാണ്. തന്റെ ഭാര്യയ്ക്കുവേണ്ടിയാണ് അദ്ദേഹം ഇത് നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യം. കേസരി പത്രത്തിന്റെ സ്ഥാപകൻ. ബാലകൃഷ്ണപിള്ള. കേരളത്തിൽ സാഹിത്യവിമർശനത്തിന് പുതിയ ദിശാബോധം നൽകിയ കേസരി എ. ബാലകൃഷ്ണപിള്ളയാണ് കേസരി എന്ന പത്രം സ്ഥാപിച്ചത്. മലയാള പത്രപ്രവർത്തനത്തിൽ അദ്ദേഹം വലിയ സ്വാധീനം ചെലുത്തി. പിന്നാക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യം നേടാൻ തിരുവിതാംകൂറിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷോഭണം. നിവർത്തന പ്രക്ഷോഭണം. 1930കളിൽ തിരുവിതാംകൂറിൽ നടന്ന പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രക്ഷോഭമായിരുന്നു നിവർത്തന പ്രക്ഷോഭണം. പിന്നാക്ക വിഭാഗങ്ങൾക്ക് നിയമസഭയിൽ മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരത്തിനെതിരെ ഒരുമിച്ച എതിർരാജ്യങ്ങൾ. അഹമ്മദ്നഗർ, ബീജാപൂർ, ഗോൽക്കൊണ്ട, ബിഡാർ. 1565-ൽ നടന്ന തളിക്കോട്ട യുദ്ധത്തിൽ ഡെക്കാൻ സുൽത്താനേറ്റുകളായ അഹമ്മദ്നഗർ, ബീജാപൂർ, ഗോൽക്കൊണ്ട, ബിഡാർ എന്നിവരുടെ സംയുക്ത സൈന്യം വിജയനഗര സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തി. ഇത് വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിന് കാരണമായി. ലോങ് വാക്ക് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര എന്ന ആത്മകഥ എഴുതിയത് ആര്? നെൽസൺ മണ്ടേല. വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ ദക്ഷിണാഫ്രിക്കൻ നേതാവും സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവുമായ നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം. ഷാജഹാന്റെ ശവകുടീരം എവിടെയാണ്? ആഗ്ര. മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ശവകുടീരം ആഗ്രയിലെ താജ്മഹലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പ്രിയപത്നി മുംതാസ് മഹലിന്റെ ശവകുടീരത്തിനടുത്താണിത്. പിൻകോഡിന് സമാനമായി അമേരിക്കൻ ഐക്യനാടുകളിലുള്ളത്. സിപ്പ്, സെപ്പ്. ഇന്ത്യയിലെ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ പെൻ പോലെ അമേരിക്കൻ ഐക്യനാടുകളിൽ പോസ്റ്റൽ കോഡുകൾക്കായി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് സിപ്പ്,
സോൺ ഇംപ്രൂവ്മെന്റ് പ്ലാൻ കോഡ്. തപാൽ വിതരണം കാര്യക്ഷമമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. തകഴിയുടെ ഏത് നോവലാണ് ആദ്യമായി ചലച്ചിത്രമായത്? രണ്ടിടങ്ങഴി. ജ്ഞാനപീഠം ജേതാവായ തകഴി ശിവശങ്കരപ്പിള്ളയുടെ പ്രശസ്തമായ നോവലാണ് രണ്ടിടങ്ങഴി. 1958-ൽ ഇതേ പേരിൽ തന്നെ ഇത് ചലച്ചിത്രമാവുകയും ചെയ്തു. ഇത് മലയാള സിനിമയിലെ ഒരു പ്രധാന സംഭവമായിരുന്നു. തിരുവനന്തപുരത്തിനടുത്തുള്ള അന്താരാഷ്ട്ര പ്രശസ്തിയാർജിച്ച വിനോദസഞ്ചാര കേന്ദ്രം? കോവളം. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോവളം ലോകപ്രശസ്തമായ ഒരു കടൽത്തീര വിനോദസഞ്ചാര കേന്ദ്രമാണ്. മനോഹരമായ കടൽത്തീരങ്ങളും ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളും ഇവിടെയുണ്ട്. ബാൽക്കൻസിലെ പാരിസ് എന്നറിയപ്പെടുന്നത്? ബുക്കാറസ്റ്റ്. റൊമാനിയയുടെ തലസ്ഥാനമായ ബുക്കാറസ്റ്റ് ബാൽക്കൻസിലെ പാരിസ് എന്നറിയപ്പെടുന്നു. അതിമനോഹരമായ വാസ്തുവിദ്യയും സംസ്കാരവും ഈ നഗരത്തിന് ഈ പേര് നേടിക്കൊടുത്തു. രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ്? ജോൺ ആഡംസ്. അമേരിക്കയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റും രണ്ടാമത്തെ പ്രസിഡന്റുമായിരുന്നു ജോൺ ആഡംസ്. അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തിലെ ഒരു പ്രമുഖ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. നീലഗിരി ഏതിന്റെ ഭാഗമാണ്? പശ്ചിമഘട്ടം. തെക്കേ ഇന്ത്യയിലെ തമിഴ്നാട്, കേരളം, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ വ്യാപിച്ചുകിടക്കുന്ന ഒരു പർവ്വതനിരയാണ് നീലഗിരി. ഇത് പശ്ചിമഘട്ടത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ബാമിയൻ ബുദ്ധപ്രതിമകൾ ഏത് രാജ്യത്തായിരുന്നു? അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിലെ ബാമിയൻ താഴ്വരയിൽ സ്ഥിതി ചെയ്തിരുന്ന കൂറ്റൻ ബുദ്ധപ്രതിമകൾ ലോകപ്രശസ്തമായിരുന്നു. 2001-ൽ താലിബാൻ ഈ പ്രതിമകൾ തകർത്തു. ഏറ്റവും വലിയ സസ്തനി? തിമിംഗലം. ഭൂമിയിലെ ഏറ്റവും വലിയ സസ്തനിയാണ് നീലത്തിമിംഗലം. സമുദ്രത്തിൽ ജീവിക്കുന്ന ഇവയ്ക്ക് ഭീമാകാരമായ ശരീരമാണുള്ളത്. ബാലഗംഗാധര തിലകൻ മറാത്തി ഭാഷയിൽ നടത്തിയ പ്രസിദ്ധീകരണം? കേസരി. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര നേതാവായ ബാലഗംഗാധര തിലകൻ 1881-ൽ ആരംഭിച്ച മറാത്തി ഭാഷയിലുള്ള പത്രമാണ് കേസരി. ഇത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. ബാഹ്മനി രാജ്യം സ്ഥാപിതമായ വർഷം? 1347. ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന മുസ്ലിം രാജ്യമായിരുന്നു ബാഹ്മനി രാജ്യം. 1347-ൽ അലാവുദ്ദീൻ ഹസൻ ബഹ്മൻ ഷായാണ് ഇത് സ്ഥാപിച്ചത്. ഏറ്റവും വലിയ കണ്ണുള്ള ജീവി? ഭീമൻ കണവ. സമുദ്രത്തിലെ ഏറ്റവും വലിയ അകശേരുകികളിൽ ഒന്നാണ് ഭീമൻ കണവ, ജയന്റ് സ്ക്വേഡ്. ലോകത്തിലെ എല്ലാ ജീവികളിലും വെച്ച് ഏറ്റവും വലിയ കണ്ണുകളുള്ളതും ഭീമൻ കണവക്കാണ്. നാഷണൽ ജിയോഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഹൈദരാബാദിൽ. ഭൂമിശാസ്ത്രപരമായ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ഊന്നൽ നൽകുന്ന ഒരു പ്രധാന സ്ഥാപനമാണ് നാഷണൽ ജിയോഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, NGRI. തെലങ്കാനയിലെ ഹൈദരാബാദിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി? ഗ്യാനി സെയിൽ സിംഗ്. ഇന്ത്യയുടെ 7ാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഗ്യാനി സെയിൽ സിംഗ് പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് ഈ പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തിയാണ്. 1982 മുതൽ 1987 വരെ അദ്ദേഹം രാഷ്ട്രപതിയായിരുന്നു. ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംസ്ഥാനം? ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള 6 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് ഉത്തർപ്രദേശിലാണ്. ഇത് ഇന്ത്യൻ പാർലമെന്റിന്റെ മാതൃകയിൽ ഒരു ഉപരിസഭയായി പ്രവർത്തിക്കുന്നു. ഫിറോസാബാദിലെ അശോകസ്തൂപത്തിലെ ലിപി തിരിച്ചറിഞ്ഞ ഗവേഷകൻ? ജെയിംസ് പ്രിൻസെപ്പ്. മൗര്യ ചക്രവർത്തിയായ അശോകന്റെ സ്തൂപങ്ങളിലെയും ശിലാലിഖിതങ്ങളിലെയും ബ്രാഹ്മി ലിപി വായിച്ചെടുത്ത ബ്രിട്ടീഷ് പണ്ഡിതനാണ് ജെയിംസ് പ്രിൻസെപ്പ്. ഇത് പുരാതന ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നിർണായകമായി. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ്? കൃഷൻ കാന്ത്. ഇന്ത്യയുടെ 10ാമത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന കൃഷൻ കാന്ത് 2002-ൽ പദവിയിലിരിക്കെയാണ് അന്തരിച്ചത്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയാണ് ഇദ്ദേഹം. ഫിറോസ് ഗാന്ധി അവാർഡ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
പത്രപ്രവർത്തനം. ഇന്ത്യൻ രാഷ്ട്രീയക്കാരനും പത്രപ്രവർത്തകനുമായിരുന്ന ഫിറോസ് ഗാന്ധിയുടെ സ്മരണാർത്ഥം പത്രപ്രവർത്തന രംഗത്തെ മികച്ച സംഭാവനകൾക്ക് നൽകിയിരുന്ന ഒരു അവാർഡാണ് ഫിറോസ് ഗാന്ധി അവാർഡ്. ഫുട്ബോൾ മത്സരത്തിന്റെ ദൈർഘ്യം 90 മിനിറ്റ്. ഫുട്ബോൾ മത്സരത്തിൽ 2:45 മിനിറ്റ് ഭാഗങ്ങൾ ഉൾപ്പെടെ ആകെ 90 മിനിറ്റാണ് കളിസമയം. പരിക്കുകൾക്കും മറ്റുമായി അധിക സമയവും അനുവദിക്കാറുണ്ട്. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ ഉപജ്ഞാതാവ് APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മിസൈൽ പദ്ധതികളുടെ മുഖ്യ ശില്പികളിൽ ഒരാളായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. അഗ്നി, പൃഥ്വി തുടങ്ങിയ മിസൈലുകൾ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മിസൈൽ മാൻ എന്ന് വിളിക്കുന്നത്. മനുഷ്യന്റെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം 7. മനുഷ്യന്റെ കഴുത്തിലെ നട്ടെല്ലിൽ 7 കശേരുക്കളാണുള്ളത്. ഇവയെ സെർവിക്കൽ വെർട്ടിബ്ര എന്ന് പറയുന്നു. തലയുടെ ചലനശേഷിക്കും നട്ടെല്ലിന്റെ സംരക്ഷണത്തിനും ഇവ പ്രധാനമാണ്. കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിൽ നിന്നുള്ള ലോക്സഭാംഗങ്ങളുടെ എണ്ണം 7. ഇന്ത്യയുടെ തലസ്ഥാനവും കേന്ദ്രഭരണ പ്രദേശവുമായ ഡൽഹിയിൽ നിന്ന് ലോക്സഭയിലേക്ക് 7 അംഗങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇത് ഡൽഹിയുടെ ജനസംഖ്യാനുപാതികമായുള്ള പ്രാതിനിധ്യമാണ്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം 7. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 7 മൗലികാവകാശങ്ങളുണ്ടായിരുന്നു. പിന്നീട് സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ എമിറേറ്റുകളുടെ എണ്ണം 7. 7 എമിറേറ്റുകൾ ചേർന്ന ഒരു ഫെഡറേഷനാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE. അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഉമ്മുൽ കുവൈൻ, റാസൽ കൈമ, ഫുജൈറ എന്നിവയാണ് ഈ എമിറേറ്റുകൾ. രാമായണത്തിലെ കാണ്ഡങ്ങളുടെ എണ്ണം 7. ഇന്ത്യൻ ഇതിഹാസങ്ങളിൽ ഒന്നായ രാമായണത്തിൽ 7 കാണ്ഡങ്ങളാണുള്ളത്. ബാലകാണ്ഡം മുതൽ ഉത്തരകാണ്ഡം വരെ ഓരോ കാണ്ഡവും രാമന്റെ ജീവിതത്തിലെ ഓരോ പ്രധാന ഘട്ടങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. വാട്ടർ പോളോയിലെ കളിക്കാരുടെ എണ്ണം 7. ഒരു വാട്ടർ പോളോ ടീമിൽ 7 കളിക്കാരാണ് ഒരുമിച്ച് കളിക്കുന്നത്. 6 ഫീൽഡ് കളിക്കാരും ഒരു ഗോൾ കീപ്പറും ഉൾപ്പെടെയാണിത്. എത്രാം ശതകത്തിലാണ് ഇസ്ലാം മതം സ്ഥാപിക്കപ്പെട്ടത്? 7-ാം ശതകത്തിൽ. പ്രവാചകൻ മുഹമ്മദ് നബിയിലൂടെ 7-ാം നൂറ്റാണ്ടിലാണ് ഇസ്ലാം മതം സ്ഥാപിക്കപ്പെട്ടത്. അറേബ്യൻ ഉപദ്വീപിൽ നിന്നാണ് ഇസ്ലാം ലോകമെമ്പാടും വ്യാപിച്ചത്. ഏത് നൂറ്റാണ്ടിലാണ് ഹർഷവർദ്ധനൻ ഉത്തരേന്ത്യ ഭരിച്ചിരുന്നത്? 7-ാം നൂറ്റാണ്ടിൽ. ഉത്തരേന്ത്യയിലെ ഒരു പ്രധാന ചക്രവർത്തിയായിരുന്നു ഹർഷവർദ്ധനൻ. 7-ാം നൂറ്റാണ്ടിൽ ഇദ്ദേഹം വർദ്ധന രാജവംശത്തിന്റെ കീഴിൽ വലിയൊരു സാമ്രാജ്യം സ്ഥാപിച്ചു. എത്രാം ശതകത്തിലാണ് മാലിക് ബിൻ ദീനാർ കേരളത്തിലെത്തിയത്? 7-ാം ശതകത്തിൽ. കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കാനെത്തിയ സെന്റ് തോമസ് 7 പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം. കൊടുങ്ങല്ലൂർ, പാലയൂർ, കോട്ടക്കാവ്, കൊല്ലം, നിരണം, നിലക്കൽ, അർത്തുങ്കൽ എന്നിവയാണ് ഈ പള്ളികൾ. ലോകരാജ്യങ്ങൾക്കിടയിൽ വിസ്തീർണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7-ാം സ്ഥാനം. വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഒരു വലിയ രാജ്യമാണിത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ എത്ര പേരാണ് രാജ്യസഭയിൽ നിന്നുള്ളത്? 7. ഇന്ത്യൻ പാർലമെന്റിലെ ഒരു പ്രധാന സാമ്പത്തിക സമിതിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പാക്. 22 അംഗങ്ങളുള്ള ഈ സമിതിയിൽ 15 പേർ ലോക്സഭയിൽ നിന്നും 7 പേർ രാജ്യസഭയിൽ നിന്നുമാണ്. സെന്റ് തോമസ് കേരളത്തിൽ എത്ര പള്ളികൾ സ്ഥാപിച്ചുവെന്നാണ് വിശ്വാസം? 7. കേരളത്തിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കാനെത്തിയ സെന്റ് തോമസ് 7 പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം. കൊടുങ്ങല്ലൂർ, പാലയൂർ, കോട്ടക്കാവ്, കൊല്ലം, നിരണം, നിലക്കൽ, അർത്തുങ്കൽ എന്നിവയാണ് ഈ പള്ളികൾ. ജിറാഫിന്റെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം 7. ജിറാഫിന്റെ കഴുത്ത് വളരെ നീണ്ടതാണെങ്കിലും മനുഷ്യനെപ്പോലെ 7 കശേരുക്കൾ മാത്രമാണ് ജിറാഫിന്റെ കഴുത്തിലുമുള്ളത്. ഓരോ കശേരുവിനും വലിയ നീളമുണ്ടെന്നതാണ് ഇതിന്റെ പ്രത്യേകത. SI യൂണിറ്റിലെ അടിസ്ഥാന യൂണിറ്റുകൾ എത്രയെണ്ണമാണ്?
7 അന്താരാഷ്ട്ര ഏകക വ്യവസ്ഥയിലെ സി സിസ്റ്റം 7 അടിസ്ഥാന യൂണിറ്റുകളാണ് ഉള്ളത്. മീറ്റർ, നീളം, കിലോഗ്രാം, പിണ്ഡം, സെക്കൻഡ്, സമയം, ആംപിയർ, വൈദ്യുതി, കെൽവിൻ, താപനില, മോൾ, പദാർത്ഥത്തിന്റെ അളവ്, കാന്ഡല, പ്രകാശതീവ്രത എന്നിവയാണവ. 1956 ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന നടത്തിയത്? 7ാം ഭേദഗതി. 1956 സംസ്ഥാന പുനഃസംഘടന നിയമപ്രകാരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് ഭരണഘടനയുടെ 7ാം ഭേദഗതി വഴിയൊരുക്കി. ഇത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഇന്നത്തെ രൂപീകരണത്തിന് കാരണമായി. റോമൻ അക്കങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന പ്രതീകങ്ങൾ എത്ര? 7 റോമൻ അക്കങ്ങൾ എഴുതാൻ 7 അടിസ്ഥാന പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നു. I 1 V 5 X 10 L 50 C 100 D 500 M 1000 എന്നിവയാണവ. തമിഴ്നാട്ടിൽ സിസ്റ്റർ രാജഗോപാലാചാരിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പുസത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളി? ജി രാമചന്ദ്രൻ. 1930 മഹാത്മാഗാന്ധി ദണ്ഡി യാത്ര നടത്തിയപ്പോൾ തമിഴ്നാട്ടിൽ സിസ്റ്റർ രാജഗോപാലാചാരിയുടെ നേതൃത്വത്തിൽ വേദാരണ്യം ഉപ്പുസത്യാഗ്രഹം നടന്നു. ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പ്രമുഖ മലയാളികളിൽ ഒരാളായിരുന്നു ജി രാമചന്ദ്രൻ. കോയമ്പത്തൂർ എക്സ്പ്രസ് ചെന്നൈയെ ഏത് നഗരവുമായി ബന്ധിപ്പിക്കുന്നു? കോയമ്പത്തൂർ. കോയമ്പത്തൂർ എക്സ്പ്രസ് എന്ന തീവണ്ടി സർവീസ് ചെന്നൈ നഗരത്തെ തമിഴ്നാട്ടിലെ പ്രധാന വ്യാവസായിക നഗരമായ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു. ഇത് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീവണ്ടി സർവീസുകളിൽ ഒന്നാണ്. ഇന്റർ പാർലമെന്ററി യൂണിയന്റെ ആസ്ഥാനം? ജനീവ. ലോകമെമ്പാടുമുള്ള പാർലമെന്റുകളുടെ സംഘടനയായ ഇന്റർ പാർലമെന്ററി യൂണിയന്റെ IPU ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. ഇത് അന്താരാഷ്ട്ര സഹകരണവും സമാധാനവും പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. കേണൽ ജോൺ മൺറോ തിരുവിതാംകൂറിലും കൊച്ചിയിലും റെസിഡന്റ് ആയത് ഏതു വർഷത്തിൽ? AD 1810. ബ്രിട്ടീഷ് റെസിഡന്റായിരുന്ന കേണൽ ജോൺ മൺറോ 1810 തിരുവിതാംകൂറിലും കൊച്ചിയിലും അധികാരം ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് സാമൂഹികവും ഭരണപരവുമായ നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ആധുനിക കാർട്ടൂണിന്റെ പിതാവ്? വില്യം ഹോഗാർത്ത്. ബ്രിട്ടീഷ് ചിത്രകാരനും സാമൂഹിക വിമർശകനുമായിരുന്ന വില്യം ഹോഗാർത്ത് ആധുനിക കാർട്ടൂണിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കൊത്തുചിത്രങ്ങളും ചിത്രീകരണങ്ങളും സമൂഹത്തിലെ ദുഷ്പ്രവണതകളെ വിമർശിക്കാൻ ഉപയോഗിച്ചു. പാലവംശത്തിലെ ഏറ്റവും മഹാനായ രാജാവ്? ധർമ്മപാലൻ. 8ാം നൂറ്റാണ്ടിൽ പൂർവ്വ ഇന്ത്യ ഭരിച്ച പാലവംശത്തിലെ ഏറ്റവും പ്രമുഖനായ ഭരണാധികാരി ധർമ്മപാലനായിരുന്നു. അദ്ദേഹം സാമ്രാജ്യം വികസിപ്പിക്കുകയും ബുദ്ധമതത്തിന് വലിയ പിന്തുണ നൽകുകയും ചെയ്തു. യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരം? മോസ്കോ. റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോ യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരമാണ്. യൂറോപ്പിലെ ഒരു പ്രധാന സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ കേന്ദ്രമാണിത്. പാട്ന നഗരം സ്ഥാപിച്ചത്? ഷേർഷാ. മഗധയുടെ ചരിത്രപരമായ തലസ്ഥാനമായ പാടലീപുത്രത്തിന്റെ സ്ഥാനത്ത് ഷേർഷാ സൂരിയാണ് ആധുനിക പാട്ന നഗരം സ്ഥാപിച്ചത്. 16ാം നൂറ്റാണ്ടിൽ ഷേർഷാ സൂരി അഫ്ഗാൻ ഭരണാധികാരിയായിരുന്നു. പാർത്ഥസാരഥി ക്ഷേത്രം എവിടെയാണ്? ആറന്മുള. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ പാർത്ഥസാരഥി ക്ഷേത്രം ഭഗവാൻ കൃഷ്ണന് സമർപ്പിക്കപ്പെട്ടതാണ്. ആറന്മുള വള്ളംകളി ഈ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യത്തെ കോൺഗ്രസിതര പ്രധാനമന്ത്രി? മൊറാർജി ദേശായി. 1977 ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയ മൊറാർജി ദേശായിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കോൺഗ്രസിതര പ്രധാനമന്ത്രി. അദ്ദേഹം ഇന്ത്യയുടെ 4ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു. പാണ്ഡെയുടെ ജന്മദേശം? ചൈന. ഭീമൻ പാണ്ഡകളുടെ ജന്മദേശം ചൈനയാണ്. ചൈനയുടെ ദേശീയ മൃഗമായ ഇവ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗമാണ്. പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയിലേക്ക് പകരാൻ സഹായിക്കുന്നത്? ജീനുകൾ. ജീവികളിലെ പാരമ്പര്യ ഗുണങ്ങളെ മാതാപിതാക്കളിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനുള്ള അടിസ്ഥാന യൂണിറ്റുകളാണ് ജീനുകൾ.
ഡിഎൻഎയുടെ ഭാഗങ്ങളായി ഇവ ക്രോമസോമുകളിൽ കാണപ്പെടുന്നു. ബുദ്ധമതത്തിലെ ത്രിരത്നങ്ങൾ. ബുദ്ധം, ധർമ്മം, സംഘം. ബുദ്ധമതത്തിലെ 3 അടിസ്ഥാന വിശ്വാസങ്ങളെയാണ് ത്രിരത്നങ്ങൾ എന്ന് പറയുന്നത്. ബുദ്ധൻ, പ്രബുദ്ധനായ ഗുരു, ധർമ്മം, ബുദ്ധന്റെ പഠിപ്പിക്കലുകൾ, സംഘം, ബുദ്ധമത സന്യാസി സമൂഹം എന്നിവയാണിവ. അവസാനത്തെ മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമൻ അഥവാ ബഹദൂർ ഷാ സഫർ ആയിരുന്നു ഇന്ത്യയിലെ അവസാനത്തെ മുഗൾ ചക്രവർത്തി. 1857 ശിപ്പായി ലഹളയ്ക്ക് ശേഷം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ റങ്കൂണിലേക്ക് നാടുകടത്തി. ഭരണഘടനപ്രകാരം ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് കാബിനറ്റിൽ. ഇന്ത്യൻ ഭരണഘടനപ്രകാരം രാഷ്ട്രപതിയാണ് രാജ്യത്തിന്റെ നാമമാത്രമായ തലവൻ. എന്നാൽ യഥാർത്ഥ നിർവഹണാധികാരം പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കാബിനറ്റ് മന്ത്രിസഭയിലുമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. പറയിപെറ്റ പന്തിരുകുലത്തിലെ ഏക വനിത കാരക്കലമ്മ. ഐതിഹ്യപ്രകാരം പറയിപെറ്റ പന്തിരുകുലത്തിലെ ഏക വനിത കാരക്കലമ്മയാണ്. ഇവർക്ക് ഒരുമിച്ച് ആഹാരം കഴിക്കാൻ കഴിയാതെ വന്നപ്പോൾ അഗ്നിയിൽ പ്രവേശിച്ച് അപ്രത്യക്ഷയായി എന്നാണ് വിശ്വാസം. ഭാരതീയ ഭാഷകളിൽ ആദ്യമായി മഹാകാവ്യം രൂപംകൊണ്ട ഭാഷ സംസ്കൃതം. ഇന്ത്യൻ ഭാഷകളിൽ മഹാകാവ്യങ്ങൾക്ക് ആദ്യമായി രൂപം നൽകിയത് സംസ്കൃത ഭാഷയിലാണ്. രാമായണം, മഹാഭാരതം എന്നിവയാണ് സംസ്കൃതത്തിലെ പ്രശസ്തമായ മഹാകാവ്യങ്ങൾ. നീണ്ടകര ഫിഷിംഗ് ഹാർബർ ഏത് ജില്ലയിലാണ്? കൊല്ലം. കൊല്ലം ജില്ലയിലെ നീണ്ടകരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തുറമുഖം കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇന്തോ നോർവീജിയൻ പ്രോജക്ടിന്റെ ഭാഗമായാണ് ഇത് വികസിപ്പിച്ചത്. പാർത്തിയൻ ഭരണാധികാരികളിൽ ഏറ്റവും പ്രശസ്തൻ ഗോണ്ടോഫെർണസ്. ഗോണ്ടോഫെർണസ് ഇൻഡോ പാർത്തിയൻ രാജ്യത്തിലെ പ്രമുഖനായ ഒരു ഭരണാധികാരിയായിരുന്നു. ക്രിസ്തുമത പ്രചാരകനായ സെന്റ് തോമസ് ഇദ്ദേഹത്തിന്റെ കാലത്താണ് ഇന്ത്യയിലെത്തിയതെന്ന് ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. നീതിയുടെ ചങ്ങല സ്ഥാപിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീർ. മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീർ തന്റെ കൊട്ടാരത്തിന് പുറത്ത് ഒരു നീതിയുടെ ചങ്ങല സ്ഥാപിച്ചു. ആർക്കും ഈ ചങ്ങല വലിച്ച് ചക്രവർത്തിയോട് നേരിട്ട് പരാതിപ്പെടാമായിരുന്നു. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ പാർലമെന്റുകളിലൊന്നാണ് ബ്രിട്ടീഷ് പാർലമെന്റ്. പാർലമെന്ററി സമ്പ്രദായത്തിന്റെ വികാസത്തിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിച്ചതിനാൽ ഇതിനെ പാർലമെന്റുകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. പറുദീസയിലെ വിത്ത് എന്നറിയപ്പെട്ടത് ഏലക്കായ. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണിയായി അറിയപ്പെടുന്ന ഏലക്കായ പറുദീസയിലെ വിത്ത് എന്നും വിശേഷിപ്പിക്കപ്പെടുന്നു. ഇതിന്റെ സുഗന്ധവും ഔഷധഗുണങ്ങളുമാണ് ഈ പേരിന് കാരണം. നൂൺമതി എണ്ണ ശുദ്ധീകരണശാല ഏത് സംസ്ഥാനത്താണ്? അസം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള നൂൺമതി എണ്ണ ശുദ്ധീകരണശാല അസം സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഈ ശുദ്ധീകരണശാല മേഖലയുടെ സാമ്പത്തിക വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി നീന്തൽ താരം സെബാസ്റ്റ്യൻ സേവ്യർ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി നീന്തൽ താരം സെബാസ്റ്റ്യൻ സേവ്യർ ആണ്. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിലാണ് അദ്ദേഹം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. നൂർജഹാൻ എന്ന വാക്കിനർത്ഥം ലോകത്തിന്റെ പ്രകാശം. മുഗൾ ചക്രവർത്തി ജഹാംഗീറിന്റെ ഭാര്യയായിരുന്ന നൂർജഹാൻ പേർഷ്യൻ ഭാഷയിൽ ലോകത്തിന്റെ പ്രകാശം എന്ന അർത്ഥം വരുന്ന പേരാണ്. മുഗൾ ചരിത്രത്തിലെ ഏറ്റവും ശക്തരായ വനിതാ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു അവർ. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ഇപ്പോൾ എന്തുപേരിലറിയപ്പെടുന്നു? ഇന്ത്യ ഗേറ്റ്. ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ഒന്നാം ലോകമഹായുദ്ധത്തിൽ മരിച്ച ഇന്ത്യൻ സൈനികരെ ഓർമ്മിക്കുന്നതിനായി നിർമ്മിച്ചതാണ്. ഇത് ഇപ്പോൾ ഇന്ത്യ ഗേറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത് ലുധിയാന. പഞ്ചാബിലെ ലുധിയാന നഗരം ഇന്ത്യയുടെ സൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നു. രാജ്യത്തെ സൈക്കിൾ നിർമ്മാണ വ്യവസായത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാണിത്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആസ്പദമാക്കി ഗുരു എന്ന നോവൽ രചിച്ചത്
കെ സുരേന്ദ്രൻ. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി കെ സുരേന്ദ്രൻ രചിച്ച നോവലാണ് ഗുരു. ഈ കൃതിയിലൂടെ ഗുരുവിന്റെ ദർശനങ്ങളും ജീവിതവും വായനക്കാർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച വർഷം 1852. കേരളത്തിലെ ഒരു പ്രധാന സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി. 1852 പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ ജനിച്ച അദ്ദേഹം ആനന്ദമ സ്ഥാപകനാണ്. അദ്വൈത ചിന്താപദ്ധതി രചിച്ചത് ചട്ടമ്പിസ്വാമികൾ. കേരളത്തിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായ ചട്ടമ്പിസ്വാമികളുടെ പ്രധാന കൃതികളിലൊന്നാണ് അദ്വൈത ചിന്താപദ്ധതി. അദ്വൈത ദർശനത്തെക്കുറിച്ച് ആഴത്തിൽ പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണിത്. ബാലാകലേശം രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവും കവിയുമായിരുന്ന പണ്ഡിറ്റ് കറുപ്പന്റെ പ്രധാന കൃതികളിലൊന്നാണ് ബാലാകലേശം. ഈ കൃതിയിലൂടെ സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി. ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250. ഇന്ത്യൻ ഭരണഘടനപ്രകാരം രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250 ആണ്. ഇതിൽ 238 അംഗങ്ങളെ സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നു. 12 പേരെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നു. ഷോളാപൂർ ഏതു വ്യവസായത്തിനു പ്രസിദ്ധം? പരുത്തിത്തുണിത്തരങ്ങൾ. മഹാരാഷ്ട്രയിലെ ഷോളാപൂർ നഗരം പരുത്തിത്തുണി വ്യവസായത്തിന് പ്രസിദ്ധമാണ്. രാജ്യത്തെ ടെക്സ്റ്റൈൽ വ്യവസായത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാണിത്. രാജ്യസഭാംഗമായിരിക്കെ കേരള മുഖ്യമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തി എ കെ ആന്റണി. രാജ്യസഭാംഗമായിരിക്കെ കേരള മുഖ്യമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തിയാണ് എ കെ ആന്റണി. ആദ്യത്തെ വ്യക്തി സിസ്റ്റർ അച്യുതമേനോൻ ആയിരുന്നു. രണ്ടാം ജൈനമത സമ്മേളനം നടന്ന വർഷം AD 512. AD 512 വല്ലഭിയിൽ വെച്ചാണ് രണ്ടാം ജൈനമത സമ്മേളനം നടന്നത്. ദേവർദിഗണി ക്ഷമാശ്രമനായിരുന്നു ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത്. നൂർജഹാന്റെ പഴയ പേര് മെഹറുന്നിസ. മുഗൾ ചക്രവർത്തി ജഹാംഗീറിന്റെ ഭാര്യയായിരുന്ന നൂർജഹാന്റെ യഥാർത്ഥ പേര് മെഹറുന്നിസ എന്നായിരുന്നു. ജഹാംഗീറാണ് അവർക്ക് നൂർജഹാൻ എന്ന പേര് നൽകിയത്. സോണിപട്ട് എന്ന സ്ഥലം എന്തിനാണ് പ്രസിദ്ധം? സൈക്കിൾ. ഹരിയാനയിലെ സോണിപട്ട് സൈക്കിൾ നിർമ്മാണത്തിന് പേരുകേട്ട സ്ഥലമാണ്. ഇന്ത്യയിലെ ഒരു പ്രധാന വ്യാവസായിക കേന്ദ്രമാണിത്. രാജ്യസഭാംഗങ്ങളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര 19. രാജ്യസഭാംഗങ്ങളുടെ എണ്ണത്തിൽ ഉത്തർപ്രദേശിനാണ് ഒന്നാം സ്ഥാനം 31 അംഗങ്ങൾ. മഹാരാഷ്ട്ര 19 അംഗങ്ങളുമായി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. ഹോമിനിഡെ കുടുംബത്തിലെ വംശനാശ ഭീഷണി നേരിടാത്ത ഏക ജീവി മനുഷ്യൻ. ഹോമിനിഡെ കുടുംബത്തിൽ നിലവിലുള്ളവയിൽ വംശനാശ ഭീഷണി നേരിടാത്ത ഏക ജീവി മനുഷ്യനാണ്, ഹോമോസേപ്പിയൻസ്. ഈ കുടുംബത്തിലെ മറ്റ് ജീവികളായ ചിമ്പാൻസികൾ, ഗൊറില്ലകൾ, ഒറാങ് ഉട്ടാങ്ങുകൾ എന്നിവയെല്ലാം വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. 100ാമത്തെ സാഹിത്യ നോബൽ ജേതാവ് JM കൂറ്റ്സി. ദക്ഷിണാഫ്രിക്കൻ എഴുത്തുകാരനായ JM കൂറ്റ്സിക്ക് 2003 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. 1901 ആരംഭിച്ച സാഹിത്യ നോബൽ സമ്മാനത്തിന്റെ 100ാമത്തെ ജേതാവായിരുന്നു അദ്ദേഹം. ഏറ്റവും വലിയ സാർക്ക് രാജ്യം ഇന്ത്യ. തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ സാർക്കിലെ അംഗരാജ്യങ്ങളിൽ വിസ്തീർണത്തിലും ജനസംഖ്യയിലും ഏറ്റവും വലുത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. ഇന്ത്യയുടെ 4ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി 81ാം വയസ്സിൽ പ്രധാനമന്ത്രിയായപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയായി. ബഹിരാകാശത്തുപോയ ആദ്യ മുസ്ലിം പ്രിൻസ് സുലൈമാൻ അൽ മസൂദ്. സൗദി അറേബ്യൻ രാജകുമാരനായ സുൽത്താൻ ബിൻ സൽമാൻ അൽ സൗദ് ആണ് ബഹിരാകാശത്തുപോയ ആദ്യത്തെ അറബ് മുസ്ലിം വ്യക്തി. 1985 അമേരിക്കൻ സ്പേസ് ഷട്ടിൽ ഡിസ്കവറിയിൽ അദ്ദേഹം യാത്ര ചെയ്തു. ശൃംഗേരി മഠം സ്ഥാപിച്ചത് ശങ്കരാചാര്യർ.
അദ്വൈത ദർശനത്തിന്റെ പ്രധാന പ്രയോക്താവായിരുന്ന ആദിശങ്കരാചാര്യരാണ് കർണാടകയിലെ ശൃംഗേരിയിൽ ആദ്യത്തെ മഠം സ്ഥാപിച്ചത്. ഹിന്ദുമതത്തിലെ അദ്വൈത പാരമ്പര്യത്തിലെ 4 പ്രധാന മഠങ്ങളിൽ ഒന്നാണിത്. ബെർമുഡ ഏത് രാജ്യത്തിന്റെ ആശ്രിത പ്രദേശമാണ്? യുണൈറ്റഡ് കിങ്ഡം. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ബെർമുഡ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഒരു സ്വയംഭരണ പ്രദേശമാണ്. ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറികളിൽ ഒന്നാണിത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? കർണാടകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാപ്പി ഉൽപ്പാദന സംസ്ഥാനമാണ് കർണാടകം. രാജ്യത്തെ മൊത്തം കാപ്പി ഉൽപ്പാദനത്തിന്റെ ഭൂരിഭാഗവും ഇവിടെ നിന്നാണ്. ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയ നിയമം? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമപ്രകാരമാണ് ബർമയെ, ഇപ്പോഴത്തെ മ്യാൻമർ, ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി ഒരു പ്രത്യേക കോളനിയാക്കിയത്. 1937 ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ പേടകം? സോയൂസ് T-11. 1984 സോവിയറ്റ് യൂണിയന്റെ സോയൂസ് T-11 എന്ന ബഹിരാകാശ പേടകത്തിലാണ് രാകേഷ് ശർമ്മ ബഹിരാകാശയാത്ര നടത്തിയത്. ബഹിരാകാശത്ത് പോയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അദ്ദേഹം. രണ്ടാം ജിനൻ എന്നറിയപ്പെട്ടത്? ആര്യസുധർമ്മൻ. ജൈനമതത്തിലെ മഹാവീരനുശേഷം വന്ന പ്രമുഖ ആചാര്യന്മാരിൽ ഒരാളാണ് ആര്യസുധർമ്മൻ. മഹാവീരന്റെ പ്രബോധനങ്ങളെ പ്രചരിപ്പിച്ചതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. ബ്രാഹ്മണങ്ങൾ എന്നാൽ? വേദവ്യാഖ്യാനങ്ങൾ. വേദങ്ങളുടെ കർമ്മകാണ്ഡത്തെ വിശദീകരിക്കുന്ന ഗദ്യഗ്രന്ഥങ്ങളാണ് ബ്രാഹ്മണങ്ങൾ. യാഗങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് ഇവ വിശദമായി പ്രതിപാദിക്കുന്നു. ബക്സർ യുദ്ധത്തിൽ 1764 ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത്? മീർ കാസിം. 1764 നടന്ന ബക്സർ യുദ്ധത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മീർ കാസിം, ഷുജാ ഉദ് ദൗള, ഷാ ആലം രണ്ടാമൻ എന്നിവരുടെ സംയുക്ത സൈന്യത്തെ പരാജയപ്പെടുത്തി. ഇത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കുന്നതിൽ നിർണായകമായി. ബഹിരാകാശ വാഹനം വിക്ഷേപിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം? ചൈന. സ്വന്തമായി ബഹിരാകാശ വാഹനം വിക്ഷേപിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യമാണ് ചൈന. 1970 ഡോങ് ഫാങ് ഹോങ് 1 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചുകൊണ്ടാണ് ചൈന ഈ നേട്ടം കൈവരിച്ചത്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണർ? സിക്കേന്ദർ ഭക്ത്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണർ സിക്കേന്ദർ ഭക്ത് ആണ്. 2004 അദ്ദേഹം അന്തരിച്ചത്. ഭാരതത്തിൽ പ്രത്യേക നിയോജക മണ്ഡല സംവിധാനം നടപ്പിൽ വരുത്തിയ നിയമപരിഷ്കാരം? ഇന്ത്യൻ കൗൺസിൽ നിയമം 1909. 1909 ഇന്ത്യൻ കൗൺസിൽ നിയമം അഥവാ മോർലി മിന്റോ പരിഷ്കാരങ്ങൾ മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തി. ഇത് ഇന്ത്യയിൽ വർഗീയ വേർതിരിവിന് വഴിയൊരുക്കി. പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പഞ്ചസാര, സുക്രോസ് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. ഇതിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നു. C12H22O11 എന്നതാണ് ഇതിന്റെ രാസസൂത്രം. പാവോ ക്രിസ്റ്റാറ്റസ് ഏതു പക്ഷിയുടെ ശാസ്ത്രനാമമാണ്? മയിൽ. ഇന്ത്യയുടെ ദേശീയ പക്ഷിയായ മയിലിന്റെ ശാസ്ത്രനാമമാണ് പാവോ ക്രിസ്റ്റാറ്റസ്, പാവോ ക്രിസ്റ്റേറ്റസ്. ഫാസിയാനിഡെ കുടുംബത്തിൽപ്പെടുന്ന ഈ പക്ഷി മനോഹരമായ പീലികൾക്ക് പേരുകേട്ടതാണ്. കാന്തികശക്തി വൈദ്യുതശക്തിയാക്കി മാറ്റാമെന്ന് കണ്ടുപിടിച്ചത്? മൈക്കിൾ ഫാരഡെ. വിഖ്യാത ശാസ്ത്രജ്ഞനായ മൈക്കിൾ ഫാരഡെയാണ് കാന്തികശക്തിയെ വൈദ്യുതശക്തിയാക്കി മാറ്റാമെന്ന് കണ്ടെത്തിയത്. വൈദ്യുതകാന്തിക ഇൻഡക്ഷൻ എന്ന ഈ തത്വം ആധുനിക ജനറേറ്ററുകളുടെയും ട്രാൻസ്ഫോർമറുകളുടെയും പ്രവർത്തനത്തിന് അടിസ്ഥാനമാണ്. കേത്രി കനിയിൽ നിന്ന് ലഭിക്കുന്ന ലോഹം? ചെമ്പ്. രാജസ്ഥാനിലെ കേത്രി ചെമ്പ് ഖനനം ചെയ്യുന്നതിന് പ്രസിദ്ധമാണ്. ഇന്ത്യയിലെ ഒരു പ്രധാന ചെമ്പ് ഖനന കേന്ദ്രമാണിത്. ഹൊഗനക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? കാവേരി.
തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിൽ കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ വെള്ളച്ചാട്ടമാണ് ഹൊഗനക്കൽ. ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന ഇത് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. ശാന്തിവൻ ആരുടെ സമാധിസ്ഥലം? നെഹ്റു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ സമാധിസ്ഥലമാണ് ഡൽഹിയിലെ ശാന്തിവൻ. സമാധാനത്തിന്റെ വനം എന്നാണ് ഈ പേരിന് അർത്ഥം. കാട്ടിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന ജന്തു? ബീവർ. ഡാമുകൾ നിർമ്മിച്ച് ജലപ്രവാഹം നിയന്ത്രിക്കാൻ കഴിവുള്ളതിനാൽ ബീവറിനെ കാട്ടിലെ എഞ്ചിനീയർ എന്ന് വിശേഷിപ്പിക്കുന്നു. അവയുടെ ആവാസവ്യവസ്ഥയെ രൂപപ്പെടുത്തുന്നതിൽ ഇവ പ്രധാന പങ്ക് വഹിക്കുന്നു. പാണിനി ഏത് നിലയിലായിരുന്നു പ്രശസ്തൻ? സംസ്കൃത വ്യാകരണൻ. പുരാതന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ സംസ്കൃത വ്യാകരണ പണ്ഡിതനായിരുന്നു പാണിനി. അദ്ദേഹത്തിന്റെ അഷ്ടാധ്യായി എന്ന കൃതി സംസ്കൃത വ്യാകരണത്തിന്റെ ആധികാരിക ഗ്രന്ഥമായി ഇന്നും അംഗീകരിക്കപ്പെടുന്നു. വൃക്കകളിലുണ്ടാകുന്ന കല്ല് രാസപരമായി എന്താണ്? കാൽസ്യം ഓക്സലേറ്റ്. വൃക്കകളിലെ കല്ലുകളിൽ സാധാരണയായി കാണപ്പെടുന്നത് കാൽസ്യം ഓക്സലേറ്റ് ആണ്. ഭക്ഷണത്തിലെ ചില പദാർത്ഥങ്ങൾ മൂത്രത്തിൽ ക്രിസ്റ്റലുകളായി അടിഞ്ഞുകൂടുന്നതാണ് ഇതിന് കാരണം. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ തുറമുഖം? കറാച്ചി. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരവും പ്രധാന തുറമുഖവുമാണ് കറാച്ചി. രാജ്യത്തിന്റെ സാമ്പത്തിക, വ്യാവസായിക തലസ്ഥാനമായി ഇത് കണക്കാക്കപ്പെടുന്നു. പഴശ്ശിരാജ മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട്. കേരളവർമ്മ പഴശ്ശിരാജയുടെ സ്മരണാർത്ഥം സ്ഥാപിച്ച പഴശ്ശിരാജ മ്യൂസിയം കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശിരാജയുടെ ചരിത്രവും കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകവും ഇവിടെ പ്രദർശിപ്പിക്കുന്നു. പാകിസ്ഥാൻ അണുവിസ്ഫോടനം നടത്തിയ സ്ഥലം? ഛഗായ കുന്നുകൾ. 1998-ൽ പാകിസ്ഥാൻ തങ്ങളുടെ ആദ്യത്തെ അണുവിസ്ഫോടന പരീക്ഷണങ്ങൾ നടത്തിയത് ബലൂചിസ്ഥാനിലെ ഛഗായ കുന്നുകളിലാണ്. ഛഗായ 1 എന്ന പേരിലാണ് ഈ ഓപ്പറേഷൻ അറിയപ്പെടുന്നത്. ഭാരതത്തിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ ഉദയത്തിന് യഥാർത്ഥത്തിൽ കാരണമായ യുദ്ധം? രണ്ടാം പാനിപ്പട്ട് യുദ്ധം. 1556-ൽ നടന്ന രണ്ടാം പാനിപ്പട്ട് യുദ്ധം മുഗൾ സാമ്രാജ്യത്തിന്റെ ഇന്ത്യയിലെ ആധിപത്യം ഉറപ്പിക്കുന്നതിൽ നിർണായകമായിരുന്നു. അക്ബറിന്റെ സൈന്യം ഹേമുവിനെ പരാജയപ്പെടുത്തിയതോടെ മുഗൾ ഭരണം ശക്തിപ്പെട്ടു. പഴശ്ശിരാജാവിന്റെ യഥാർത്ഥ പേര്? കോട്ടയം കേരളവർമ്മ. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടിയ കേരളവർമ്മ പഴശ്ശിരാജയുടെ യഥാർത്ഥ പേര് കോട്ടയം കേരളവർമ്മ തമ്പുരാൻ എന്നായിരുന്നു. വയനാടൻ കാടുകളിൽ ഒളിച്ചു താമസിച്ചുകൊണ്ട് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധമുറകൾ ഉപയോഗിച്ചു. പാകിസ്ഥാൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ്? റഹ്മത്ത് അലി. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായിരുന്ന ചൗധരി റഹ്മത്ത് അലിയാണ് പാകിസ്ഥാൻ എന്ന പേര് ആദ്യമായി നിർദ്ദേശിച്ചത്. 1933-ൽ പ്രസിദ്ധീകരിച്ച നൗ ഓർ നെവർ എന്ന ലഘുലേഖയിലൂടെയാണ് അദ്ദേഹം ഈ ആശയം മുന്നോട്ടുവെച്ചത്. വൃക്കയെക്കുറിച്ചുള്ള പഠനം? നെഫ്രോളജി. വൃക്കകളുടെ ഘടനയെയും പ്രവർത്തനത്തെയും അവയെ ബാധിക്കുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് നെഫ്രോളജി. ക്രിമിയൻ യുദ്ധം എപ്പോഴായിരുന്നു? 1854 മുതൽ 56 വരെ. 1854 മുതൽ 1856 വരെ നടന്ന ക്രിമിയൻ യുദ്ധം റഷ്യയും ഓട്ടോമൻ സാമ്രാജ്യം, ഫ്രാൻസ്, ബ്രിട്ടൻ, സാർഡീനിയ എന്നീ സഖ്യകക്ഷികളും തമ്മിലായിരുന്നു. പാപനാശം സ്കീം ഏത് നദിയിലാണ്? താമ്രബർണി. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ താമ്രബർണി നദിയിലാണ് പാപനാശം ഡാം സ്ഥിതി ചെയ്യുന്നത്. ഒരു പ്രധാന ജലസേചന, ജലവൈദ്യുത പദ്ധതിയാണിത്. നീറ്റുകക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു? കാൽസ്യം ഓക്സൈഡ്. ചുണ്ണാമ്പുകല്ല് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന നീറ്റുകക്കയിൽ ക്വിക്ലൈം, കാൽസ്യം ഓക്സൈഡ്, കവ് ആണ് പ്രധാന രാസവസ്തു. ഇത് സിമന്റ് നിർമ്മാണത്തിലും മറ്റു വ്യാവസായിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. പാകിസ്ഥാന്റെ ആദ്യ പ്രധാനമന്ത്രി? ലിയാഖത്ത് അലി ഖാൻ. പാകിസ്ഥാന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും ആദ്യ പ്രധാനമന്ത്രിയുമായിരുന്നു ലിയാഖത്ത് അലി ഖാൻ. രാജ്യത്തിന്റെ രൂപീകരണത്തിലും ആദ്യകാല ഭരണത്തിലും അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു.
അമേരിക്കയിൽ ആദ്യമായി സെൻസസ് നടന്ന വർഷം 1790. അമേരിക്കൻ ഐക്യനാടുകളിൽ ആദ്യത്തെ സെൻസസ് നടന്നത് 1790-ലാണ്. ഇത് ഓരോ 10 വർഷത്തിലും നടത്തുന്ന ഒരു ഭരണഘടനാപരമായ ആവശ്യകതയാണ്. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പരുന്ത്, ഈഗിൾ. അതിന്റെ ശക്തിയും കാഴ്ചശക്തിയും ആകാശത്തിലെ ആധിപത്യവും കാരണം പരുന്തിനെ പക്ഷികളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. പല സംസ്കാരങ്ങളിലും ഇത് ശക്തിയുടെയും ധീരതയുടെയും പ്രതീകമാണ്. ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള എഞ്ചിനീയറിംഗ് കോളേജ് റൂർക്കി. 1847-ൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച റൂർക്കിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT റൂർക്കി ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയ എഞ്ചിനീയറിംഗ് കോളേജാണ്. ആദ്യകാലത്ത് ഇത് തോംസൺ കോളേജ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറൽ മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായി കണക്കാക്കപ്പെടുന്ന മുഹമ്മദ് അലി ജിന്നയാണ് സ്വതന്ത്ര പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറൽ. പാകിസ്ഥാന്റെ രൂപീകരണത്തിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു. മലേറിയയ്ക്ക് കാരണമായ സൂക്ഷ്മജീവി പ്ലാസ്മോഡിയം വൈവാക്സ് പ്രോട്ടോസോവ. മലേറിയ രോഗത്തിന് കാരണമാകുന്നത് പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവ ജീവിയാണ്. അനോഫിലസ് കൊതുകുകളാണ് ഈ രോഗം മനുഷ്യരിലേക്ക് പരത്തുന്നത്. അലോപ്പതിയുടെ പിതാവ് ഹിപ്പോക്രറ്റസ്. പുരാതന ഗ്രീക്ക് ഭിഷഗ്വരനായിരുന്ന ഹിപ്പോക്രറ്റസ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായും അലോപ്പതിയുടെ പിതാവായും കണക്കാക്കപ്പെടുന്നു. ഹിപ്പോക്രാറ്റിക് പ്രതിജ്ഞ അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത് ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായിയും. 1954-ൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച കരാറിലാണ് പഞ്ചശീല തത്വങ്ങൾ ആദ്യമായി ഉൾപ്പെടുത്തിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായിയുമായിരുന്നു ഈ തത്വങ്ങളിൽ ഒപ്പിട്ടത്. കേരളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം ഡോക്ടർ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിച്ചത് ഏതു വർഷത്തിൽ? AD 1847. കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം 1847-ൽ ബാസൽ മിഷൻ പ്രസ്സിൽ നിന്ന് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു. ആന്ധ്രാപ്രദേശ് ഗവർണറായ മലയാളി പട്ടം താണുപിള്ള. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുപിള്ള പിന്നീട് പഞ്ചാബിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും ഗവർണറായി സേവനമനുഷ്ഠിച്ചു. സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്ന മൃഗം കുതിര. സിന്ധു നദീതട സംസ്കാരത്തിലെ ജനങ്ങൾക്ക് കുതിരയെക്കുറിച്ച് കാര്യമായ അറിവോ ഉപയോഗമോ ഉണ്ടായിരുന്നില്ലെന്ന് പുരാവസ്തു തെളിവുകൾ സൂചിപ്പിക്കുന്നു. ആര്യന്മാരുടെ വരവോടെയാണ് കുതിര ഇന്ത്യയിൽ വ്യാപകമായത്. സ്വാതന്ത്ര്യത്തിനു മുമ്പ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റായത് മൗലാന അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദ് 1940 മുതൽ 1946 വരെ തുടർച്ചയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം, ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയ നിർണായക കാലഘട്ടങ്ങളിൽ അദ്ദേഹം കോൺഗ്രസിനെ നയിച്ചു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡ് പാൻ അമേരിക്കൻ ഹൈവേ. അലാസ്ക മുതൽ തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റം വരെ നീണ്ടുകിടക്കുന്ന റോഡുകളുടെ ഒരു ശൃംഖലയാണ് പാൻ അമേരിക്കൻ ഹൈവേ. ഇത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റോഡ് ശൃംഖലയായി കണക്കാക്കപ്പെടുന്നു. സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിൽ എവിടെയാണ് ഉഴുതുമറിച്ച നിലം കാണപ്പെട്ടത്? കാലിബംഗൻ. രാജസ്ഥാനിലെ കാലിബംഗൻ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ്. ഇവിടെ നിന്നാണ് ഉഴുതുമറിച്ച നിലത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇത് അക്കാലത്തെ കാർഷിക രീതികളിലേക്ക് വെളിച്ചം വീശുന്നു. ഗുജറാത്തിലെ പ്രസിദ്ധമായ നൃത്തരൂപം ഗർബ. ഗുജറാത്തിലെ ഒരു പ്രശസ്തമായ പരമ്പരാഗത നൃത്തരൂപമാണ് ഗർബ. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഇത് അവതരിപ്പിക്കപ്പെടുന്നു. സിഖുകാര യോദ്ധാക്കളുടെ സമൂഹമാക്കി വളർത്തിയ ഗുരു ഹർഗോവിന്ദ്. ആറാമത്തെ സിഖ് ഗുരുവായ ഗുരു ഹർഗോവിന്ദ് സിഖ് സമൂഹത്തെ ഒരു ആത്മീയവും സൈനികവുമായ ശക്തിയാക്കി മാറ്റി. സിഖുകാർക്ക് ആയോധനകലകളുടെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു.
ലോകത്തിലെ ഏറ്റവും നീളമുള്ള പർവ്വതനിരയായ അറ്റ്ലാന്റിക് റിഡ്ജ് എവിടെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിയിലൂടെ കടന്നുപോകുന്ന ഒരു വലിയ പർവ്വതനിരയാണ്. ഇത് ഭൂമിയിലെ ഏറ്റവും വലിയ പർവ്വതനിരകളിൽ ഒന്നാണ്, കൂടുതലും കടലിനടിയിലായതുകൊണ്ട് ഇത് സാധാരണയായി അറിയപ്പെടാറില്ല. സിന്ധുനദീതട സംസ്കാരം കണ്ടെത്തിയ വർഷം 1921. 1921 ദയാറാം സാനിയുടെ നേതൃത്വത്തിൽ നടന്ന ഖനനങ്ങളിലൂടെയാണ് ഹാരപ്പൻ സംസ്കാരം അഥവാ സിന്ധുനദീതട സംസ്കാരം ആദ്യമായി കണ്ടെത്തിയത്. ഇത് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു നിർണായക കണ്ടുപിടുത്തമായിരുന്നു. സർദാർ സരോവർ പദ്ധതി ഏത് നദിയിലാണ്? നർമ്മദ. ഗുജറാത്തിലെ നർമ്മദ നദിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വലിയ അണക്കെട്ട് പദ്ധതിയാണ് സർദാർ സരോവർ പദ്ധതി. ഇത് ജലസേചനം, വൈദ്യുതി ഉത്പാദനം, കുടിവെള്ള വിതരണം എന്നിവയ്ക്ക് സഹായിക്കുന്നു. ഗുജറാത്തിന്റെ തെക്കുഭാഗത്തുള്ള ഉൾക്കടൽ? ഗൾഫ് ഓഫ് കാംബെ. ഗുജറാത്ത് തീരത്തിന്റെ തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഉൾക്കടലാണ് ഗൾഫ് ഓഫ് കാംബെ, ഗൾഫ് ഓഫ് കമ്പാത്. ഇത് അറബിക്കടലിന്റെ ഭാഗമാണ്. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ഹൈവേ ഗവേഷണങ്ങൾക്കും റോഡ് വികസന പഠനങ്ങൾക്കുമായി സ്ഥാപിച്ച സ്ഥാപനമാണ് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഗോബിന്ദ് സാഗർ എന്ന മനുഷ്യനിർമ്മിത തടാകം ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഭാക്ര അണക്കെട്ടിന്റെ റിസർവോയറാണ് ഗോബിന്ദ് സാഗർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകങ്ങളിൽ ഒന്നാണിത്. ദേശീയോദ്ഗ്രഥനത്തിനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് ആദ്യമായി നേടിയത്? സ്വാമി രംഗനാഥാനന്ദ. ദേശീയോദ്ഗ്രഥനം പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികൾക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് ഇന്ദിരാഗാന്ധി അവാർഡ്. രാമകൃഷ്ണ മിഷന്റെ പ്രസിഡന്റായിരുന്ന സ്വാമി രംഗനാഥാനന്ദക്കാണ് ഈ പുരസ്കാരം ആദ്യമായി ലഭിച്ചത്. ഡൽഹിയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണം ഏർപ്പെടുത്തിയ ഭരണാധികാരി? അലാവുദ്ദീൻ ഖിൽജി. ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണാധികാരിയായിരുന്ന അലാവുദ്ദീൻ ഖിൽജി തന്റെ സൈന്യത്തിന് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനായി കർശനമായ കമ്പോള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇത് സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായിരുന്നു. കറുപ്പ് ലഭിക്കുന്ന സസ്യം? പോപ്പി. ഓപ്പിയം പോപ്പി പപ്പാവർ സോംനിഫെറം എന്ന സസ്യത്തിൽ നിന്നാണ് കറുപ്പ് അഥവാ ഓപ്പിയം ഉത്പാദിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് മോർഫിൻ, കോഡീൻ തുടങ്ങിയ മരുന്നുകൾ വേർതിരിച്ചെടുക്കുന്നു. ഗാന്ധിജി കോൺഗ്രസിൽ നിന്ന് രാജിവെക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ച വർഷം? 1934. 1934 മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചു. കോൺഗ്രസിനുള്ളിലെ ചില നയങ്ങളോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തന്റെ ആത്മീയമായ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ആഗ്രഹവുമാണ് ഇതിന് കാരണം. കറുത്ത ഇരട്ടകൾ എന്നറിയപ്പെടുന്നത്? ഇരുമ്പും കൽക്കരിയും. വ്യാവസായിക വികസനത്തിന് ഏറ്റവും ആവശ്യമായ രണ്ട് അസംസ്കൃത വസ്തുക്കളായതുകൊണ്ട് ഇരുമ്പിനെയും കൽക്കരിയെയും കറുത്ത ഇരട്ടകൾ എന്ന് വിശേഷിപ്പിക്കുന്നു. വ്യവസായ വിപ്ലവത്തിൽ ഇവയ്ക്ക് നിർണായക പങ്കുണ്ടായിരുന്നു. ബുക്ക് ലങ്സ് ഏത് ജീവിയുടെ ശ്വസനാവയവമാണ്? എട്ടുകാലി. ചില ചിലന്തികൾക്കും തേളുകൾക്കും കാണപ്പെടുന്ന ഒരു തരം ശ്വസനാവയവമാണ് ബുക്ക് ലങ്സ്. പേജുകൾ അടുക്കിവെച്ചതുപോലെ തോന്നിക്കുന്ന ഈ ഘടന വായുവിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ പിതാവ്? സൺ യാത് സെൻ. ചൈനീസ് ദേശീയതയുടെയും ആധുനിക ചൈനയുടെയും സ്ഥാപകനായി കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ സൺ യാത് സെൻ. കൊച്ചി തുറമുഖം രൂപം കൊണ്ട വർഷം? 1341. 1341 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്നാണ് കൊച്ചി തുറമുഖം രൂപപ്പെട്ടത്. ഇത് കേരളത്തിന്റെ വാണിജ്യ ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം? 62 വയസ്സ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടേത് 65 വയസ്സും. ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യമുള്ള രാജ്യം?
ചൈന പീപ്പിൾസ് ലിബറേഷൻ ആർമി. പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്നറിയപ്പെടുന്ന ചൈനയുടെ സൈന്യം ലോകത്തിലെ ഏറ്റവും വലിയ സജീവ സൈനിക ശക്തിയാണ്. സൈമൺ കമ്മീഷൻ രൂപം കൊണ്ട വർഷം 1927. 1927-ൽ ബ്രിട്ടീഷ് സർക്കാർ രൂപീകരിച്ച സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെ ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി ഇന്ത്യയിലെത്തി. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടന്നു. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ കുസാറ്റ് ആദ്യ വൈസ് ചാൻസലർ ജോസഫ് മുണ്ടശ്ശേരി. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കുസാറ്റ് ആദ്യ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് പ്രമുഖ സാഹിത്യകാരനും വിദ്യാഭ്യാസ വീക്ഷണനുമായ ജോസഫ് മുണ്ടശ്ശേരിയാണ്. പോളിയോ തുള്ളിമരുന്നിന്റെ ഉപജ്ഞാതാവ് ആര്? ആൽബർട്ട് സാബിൻ. വാക്സിൻ ഉപയോഗിച്ച് പോളിയോ രോഗം തടയുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് സാബിൻ. അദ്ദേഹം വികസിപ്പിച്ച വാക്സിൻ വഴി നൽകാവുന്നതാണ്. മഹാകാവ്യം എഴുതാതെ മഹാകവി പദവി നേടിയത് ആര്? കുമാരനാശാൻ. മലയാള കവിതയിലെ കാൽപ്പനികതയുടെ വസന്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുമാരനാശാൻ മഹാകാവ്യങ്ങൾ എഴുതിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ദാർശനികവും സാമൂഹികവുമായ കവിതകൾ കാരണം മഹാകവി എന്നറിയപ്പെട്ടു. ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതി സക്കീർ ഹുസൈൻ. 1967 മുതൽ 1969 വരെ ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ സക്കീർ ഹുസൈൻ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയും ഇദ്ദേഹമാണ്. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെട്ടത് ആര്? സൈമൺ ബൊളീവർ. സ്പാനിഷ് കോളനി ഭരണത്തിൽ നിന്ന് തെക്കേ അമേരിക്കൻ രാജ്യങ്ങളെ മോചിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സൈമൺ ബൊളീവറെയാണ് തെക്കേ അമേരിക്കയുടെ ജോർജ് വാഷിംഗ്ടൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. ലോകത്ത് ആദ്യമായി മൂല്യവർദ്ധിത നികുതി വാറ്റ് നടപ്പാക്കിയ രാജ്യം ഫ്രാൻസ്. 1954-ൽ ഫ്രാൻസാണ് ലോകത്ത് ആദ്യമായി മൂല്യവർദ്ധിത നികുതി വിൽപ്പന നികുതിക്ക് പകരം നടപ്പിലാക്കിയത്. കൊച്ചി, തിരുകൊച്ചി, കേരള നിയമസഭകളിലും ലോക്സഭയിലും രാജ്യസഭയിലും അംഗമാകാൻ അവസരം ലഭിച്ച ഏക വ്യക്തി കെ. കരുണാകരൻ. കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖനായ കെ. കരുണാകരൻ സംസ്ഥാന രൂപീകരണത്തിന് മുമ്പുള്ള കൊച്ചി, തിരുകൊച്ചി നിയമസഭകളിലും പിന്നീട് കേരള നിയമസഭ, ലോക്സഭ, രാജ്യസഭ എന്നിവിടങ്ങളിലും അംഗമായി സേവനമനുഷ്ഠിച്ചു. കേരളത്തെ സംബന്ധിച്ച ഏറ്റവും പഴയ പരാമർശം ഏതിലാണ്? അയരേയ ആരണ്യകത്തിൽ. പുരാതന വൈദിക ഗ്രന്ഥങ്ങളിലൊന്നായ അയരേയ ആരണ്യകത്തിലാണ് കേരളത്തെക്കുറിച്ചുള്ള ഏറ്റവും പഴയ പരാമർശം കാണപ്പെടുന്നത്. ഡൽഹിയുടെ ഭരണഘടനാപരമായ പേര്? ദേശീയ തലസ്ഥാന പ്രദേശം. ഡൽഹിയെ ദേശീയ തലസ്ഥാന പ്രദേശമായി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി 69ാം ഭരണഘടനാ ഭേദഗതി നിയമം 1991 പ്രകാരം അംഗീകരിച്ചു. മഹാകവി ഉള്ളൂർ ജനിച്ച വർഷം 1877. മലയാളത്തിലെ പ്രമുഖ മഹാകവികളിൽ ഒരാളായ ഉള്ളൂർ എസ്. പരമേശ്വരയ്യർ 1877 ജൂൺ 6 ചങ്ങനാശ്ശേരിയിൽ ജനിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ നാവികസേനാ മേധാവി ആർ. ഡി. ഖത്രി. റിയർ അഡ്മിറൽ ആർ. ഡി. ഖത്രി. റിയർ അഡ്മിറൽ രാംദാസ് ഖത്രിയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ്, ഇന്ത്യൻ നാവികസേന. കേന്ദ്രമന്ത്രിസഭാംഗങ്ങൾക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്തം ആരോടാണ്? രാഷ്ട്രപതിയോട്. ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം അനുച്ഛേദമനുസരിച്ച് മന്ത്രിമാർ വ്യക്തിപരമായി രാഷ്ട്രപതിയോട് ഉത്തരവാദികളാണ്. എന്നിരുന്നാലും പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് രാഷ്ട്രപതി മന്ത്രിമാരെ നിയമിക്കുകയും പിരിച്ചുവിടുകയും ചെയ്യുന്നത്. കേരള പ്രസ് അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ കെ. എ. ദാമോദര മേനോൻ. കേരള പ്രസ് അക്കാദമിയുടെ ഇപ്പോഴത്തെ കേരള മീഡിയ അക്കാദമി ആദ്യ ചെയർമാനായിരുന്നത് കെ. എ. ദാമോദര മേനോനാണ്.